എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കുണ്ടായ സംഭവത്തിൽ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ചയെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയോ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഇക്കാര്യം ഉറപ്പാക്കുകയോ ചെയ്തില്ല. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുരുതരമായ വീഴ്ച സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന പ്രാഥമിക നിഗമനമാണ് വരുന്നത്. ഏതൊക്കെ തരത്തിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നൊരു കണ്ടെത്തലുള്ളത്? ഒപ്പം ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ശ്രീജ, ഉമാ തോമസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആദ്യം പറയാം. ഇതിൽ അല്പസമയത്തിനകം തന്നെ ഒരു CT സ്കാൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ 10 മണിക്ക് മെഡിക്കൽ ബോർഡ് ചേരുകയും ചെയ്യുന്നുണ്ട്. 10:30യോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിനോ അല്ലെങ്കിൽ ഡോക്ടർമാർ നേരിട്ട് സംസാരിക്കുകയോ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ നിലവിലെ ഒരു ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് തുടരുന്നതെങ്കിലും ഉമാ തോമസിന്റെ ആരോഗ്യനില ആശാവഹമായ ഒരു പുരോഗതിയുടെ സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. വെന്റിലേറ്റർ സഹായത്തിൽ തന്നെ അവർ തുടരുകയും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. BP അടക്കമുള്ള കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നു. അവയവങ്ങളുടെ പ്രവർത്തനം സാരമായി ബാധിച്ചിട്ടില്ല. അതെല്ലാം തന്നെ ഒരു സാധാരണ അവസ്ഥയിലേക്കെല്ലാം തന്നെ മടങ്ങുന്നു എങ്കിൽ കൂടിയും അവരുടെ പരിക്കിൻ്റെ സ്വഭാവം ഗുരുതരമാണ്. തലച്ചോറിനേറ്റ പരിക്കിൻ്റെ സ്വഭാവം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണവും കാര്യങ്ങളും അടക്കം വരേണ്ടതുണ്ട്. അതിനാണിപ്പോൾ വീണ്ടും ഒരു CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഏത് രീതിയിലുള്ളൊരു ചികിത്സ അടക്കം ഇനി നൽകണം, മുന്നോട്ട് പോകുമ്പോൾ ചികിത്സ അടക്കം ദീർഘകാലം ചികിത്സയിൽ വേണ്ടി വരുമെന്ന് തന്നെയുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. എങ്കിലും അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ വേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് ഇന്നലെ തന്നെയും ഡോക്ടർമാരടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം, കാരണം ഇപ്പോൾ ഇനിയൊരു CT സ്കാൻ കൂടി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ കൃത്യമായ രീതിയിലുള്ള എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എത്രമാത്രം അവർ തരണം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് സാധിക്കുമെങ്കിലും ആശങ്കാജനകമായ ഒരു അവസ്ഥയിൽ നിന്ന് അല്പം ഭേദപ്പെട്ട രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണ വിവരങ്ങൾ മെഡിക്കൽ ബോർഡിന് ശേഷം അത് വ്യക്തമാക്കുകയും ചെയ്യും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഈ പരിശോധനകളും കാര്യങ്ങളും എല്ലാം ഇന്നലെ സംഘാടകരുടെ ഭാഗത്തുണ്ടായ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ രീതിയിലേക്ക് തന്നെ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസും അഗ്നിരക്ഷാ വിഭാഗവും ആ രീതിയിലുള്ള ചില കണ്ടെത്തലുകളിലേക്കെല്ലാം തന്നെ പോയിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ഇപ്പോൾ അഗ്നിശമന രക്ഷ യൂണിറ്റിൻ്റെ ഒരു നിഗമനം, അവരൊരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ പരിശോധനകൾ വ്യക്തമാകുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ ലംഘനം അവിടെ ഉണ്ടായത് ഈ സംഘാടകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റേജ് നിർമ്മാണം തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുള്ളത് എന്നതാണ് പറയുന്നത്. സ്റ്റേജിൻ്റെ 2 മീറ്റർ കൂടുതൽ ഉയരമുണ്ടെങ്കിൽ തന്നെയും അവിടെ ബാരിക്കേഡുകൾ സ്ഥാപിക്കേണ്ടതാണ്. ഇതാ കൃത്യമായി തന്നെയും അവിടെ ആ രീതിയിലുള്ള ഒരു സംവിധാനവും അവിടെ ഉണ്ടായില്ല. മന്ത്രിമാർ അടക്കം പങ്കെടുക്കുന്ന ഒരു വേദിയായിരുന്നു അത്. അവിടെ കൃത്യമായ രീതിയിൽ പരിശോധനകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് വിഭാഗവും ഈ രീതിയിലുള്ള പരിശോധനകൾ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് 15,000-ഓളം പേര് അവിടെ ഈ നൃത്ത അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ എത്തുന്നു. അതോടൊപ്പം തന്നെ അവർക്കൊപ്പമുള്ളവരെത്തും. അങ്ങനെ ഒരു വലിയ ജനസംഖ്യയും കൂടുന്നിടത്ത് കൃത്യമായ രീതിയിൽ അത് ഒരു പ്രോട്ടോക്കോൾ ഉള്ളതാണ്. അത് ഒരു തരത്തിലും അത് പരിപാലിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ്. ഒപ്പം മതിയായ ആംബുലൻസ് സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടതുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉമാ തോമസിനെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഒരു സ്ട്രക്ചർ പോലും ആ സമയത്ത് അവിടേക്ക് എത്തിയിരുന്നില്ല എന്നതാണ്. അവരെ മറ്റുള്ളവർ ചേർന്ന് അവരെ കൈകൾ താങ്ങിയെടുത്ത് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ പോലും ഒരു ഒത്തിണക്കത്തോടു കൂടിയ ഒരു സംഘാടനം അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തരം ഒരു കാഷ്വാലിറ്റി വരികയാണെങ്കിൽ എങ്ങനെ അത് നേരിടുമായിരുന്നു എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. മതിയായ ഒരു ഡോക്ടർ സംവിധാനം, കാര്യങ്ങൾ അതെല്ലാം അവിടെ കൂടുന്ന ഒരു എത്ര കണ്ട് ആളുകൾ കൂടുന്നു അതനുസരിച്ച് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ളൊരു കണ്ടെത്തലുകളിലേക്ക് വന്നിരിക്കുന്നത്. ഒപ്പം പോലീസ് അവിടെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. സ്റ്റേജ് പൊളിച്ച് മാറ്റരുതെന്ന കർശന നിർദ്ദേശം അഗ്നിരക്ഷാ സേനയും അതോടൊപ്പം തന്നെ പോലീസും നൽകിയിട്ടുണ്ട്. കാരണം
കൂടുതൽ പരിശോധനകൾ അവിടെ ആവശ്യമാണ്. നമ്മൾ രാവിലെ സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് വിഭാഗങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സ്റ്റേജിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു രീതിയിലും പൊളിക്കരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെയും പോലീസ് അവിടെ പരിശോധന നടത്തിയിരുന്നു. FIR-ൽ പറയുന്നത് 14 അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണതെന്നാണ്. അവിടെ ഒരു കൈവരിയോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്യൂ മാനേജ്മെന്റ് എന്ന രീതിയിലുള്ള ഒരു സംവിധാനം മാത്രമാണ് ഉള്ളത്. ഒരു പ്ലാസ്റ്റിക് റിബൺ അടക്കം ക്രമീകരിക്കുന്ന രീതിയിലുള്ള സംവിധാനം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപകടത്തിൻ്റെ ഒരു ആധിക്യം വർദ്ധിക്കുന്നത്. ഒരു വരി കസേര മാത്രം ഇടേണ്ടടുത്ത് 2 വരി കസേര ഇട്ടു എന്നൊരു കണ്ടെത്തലും ഈ അഗ്നി രക്ഷാസേനയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ രീതിയിലുള്ള ഒരു ലംഘനം, ചട്ടലംഘനം അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നടപടികളുണ്ടാകും. ഈ സംഘാടകർക്കെതിരെയും സ്റ്റേജ് നിർമ്മിച്ച കരാറുകാർക്കെതിരെയും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിന് തുടർ നടപടികൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.